Assalamu alaikum. Dear students, it's our third class of business studies. Here we have to discuss about the topic of nature of management. Nature of management. ഇവിടെ മൂന്ന് തരത്തിലുള്ള വ്യൂസ് ആണുള്ളത്. ചില ആളുകൾ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് their views as the management as a profession. They are viewed as management as a profession. Some others view is that management as a science, and then some others view is that management as a profession. അല്ലേ? ചില ആളുകൾ പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്, ചില ആളുകൾ പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ ആണ്, ചില ആളുകൾ പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്. നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത്? ഇതില് മൂന്ന് വ്യൂകളുണ്ട്. ഇതിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കലയാണോ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണോ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ ആണോ? നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർട്ട് ആണെങ്കിൽ ഈ പറയുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, സയൻസ് ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് അത് ഉണ്ടായിരിക്കണം, പ്രൊഫഷൻ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. നമുക്കൊന്ന് ചർച്ച ചെയ്യാം അല്ലെ. ഒന്നാമത്തെ ആർട്ട് ആകുമ്പോൾ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ആർട്ടിന് എന്തുണ്ട്? ഒരു തിയററ്റിക്കൽ നോളജ് ഉണ്ട് എന്നാണ്. ആർട്ട് എന്ന് പറഞ്ഞ കലയാണ്, കലയ്ക്ക് ഒരു തിയററ്റിക്കൽ നോളജ് ഉണ്ട് എന്നാണ് അല്ലെ. ഇപ്പോ ലിറ്ററേച്ചർ ഓഫ് ഡാൻസ്, ലിറ്ററേച്ചർ ഓഫ് മ്യൂസിക് അല്ലെ, ലിറ്ററേച്ചർ ഓഫ് മ്യൂസിക്, മ്യൂസിക്കിന് ഒരു ലിറ്ററേച്ചർ ഉണ്ട്, അതിനൊരു തിയററ്റിക്കൽ നോളജ് ഉണ്ട് അല്ലെ. നമ്മളിങ്ങനെ പഠിക്കുന്ന അല്ലെ, ആ ഒരു സംഗതി അതാണ് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയ്ക്ക് ആർട്ടിന് എന്തുണ്ട്? ഒരു തിയററ്റിക്കൽ നോളജ് ഉണ്ട്. ലിറ്ററേച്ചർ ഓഫ് മ്യൂസിക് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പേഴ്സണൽ അപ്ലിക്കേഷൻ ആണ്. എന്താ പറയുന്നത്? പേഴ്സണൽ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പേഴ്സണൽ അപ്ലിക്കേഷൻ. ഓരോ വ്യക്തികളും വ്യത്യസ്ത രീതിയിലാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരാൾ ഡാൻസ് ചെയ്യുന്ന രീതിയിലല്ല മറ്റൊരു കലാകാരൻ ഡാൻസ് ചെയ്യുന്നത്, ഒരാൾ പാട്ട് പാടുന്ന രീതിയിലല്ല മറ്റൊരാൾ പാട്ട് പാടുന്നത്. അവരുടെ ശൈലിയിൽ എന്തുണ്ട്? വ്യത്യാസം. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ അപ്ലിക്കേഷൻ ആണ് അല്ലെ, വ്യക്തിപരമായിട്ടുള്ള ഓരോ അപ്ലിക്കേഷൻ ആണ് അതിലുള്ളത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചും നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയ്ക്ക് അനുസരിച്ചിട്ടുമാണ് അതിന്റെ ഔട്ട്കം ഉണ്ടാവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് ഏതിൽ പറയുന്നത്? ആർട്ടിൽ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്, പേഴ്സണൽ അപ്ലിക്കേഷൻ, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ആർട്ട് ആണെങ്കിൽ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇനി മാനേജ്മെന്റിലേക്ക് നമ്മൾക്ക് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. മാനേജ്മെന്റ് ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർട്ടാന്ന് പറയാം. അപ്പൊ ഇവിടെ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് മാനേജ്മെന്റിൽ റെഡിയാണോ? എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. മാനേജ്മെന്റിന് തിയററ്റിക്കൽ നോളജ് ഉണ്ടോ? ഉണ്ട്. മാനേജ്മെന്റിന് എന്തുണ്ട്? മാനേജ്മെന്റിന്റേതായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റിന് എന്തുണ്ട്? തിയററ്റിക്കൽ നോളജ് ഉണ്ട്. അതുകൊണ്ട് ഈ കണ്ടീഷൻ അവിടെ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലെ. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പേഴ്സണൽ അപ്ലിക്കേഷൻ ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അപ്ലിക്കേഷൻ ആണോ? ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അപ്ലിക്കേഷൻ ആണ്. ഓരോ വ്യക്തിയും മാനേജ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലായിരിക്കും. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അപ്ലിക്കേഷൻ ആണോ? അല്ല. ഓരോ വ്യക്തിയുടെ മാനേജ്മെന്റ് ശൈലിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എന്താണ്? അത് പേഴ്സണൽ അപ്ലിക്കേഷൻ ആണ്. ഈ കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇതും സാറ്റിസ്ഫൈ ചെയ്തു, ഇതും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓരോ ആളുകളുടെ ഉള്ളിലുള്ള കഴിവിനനുസരിച്ചും മാനേജ്മെന്റിന്റെ ആ ഒരു പെർഫെക്ഷനിൽ മാറ്റം ഉണ്ടാവില്ലേ, അയാളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടും അവർ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും അവരുടെ ആ ഒരു മാനേജ്മെന്റ് ശൈലിയിൽ എന്തെങ്കിലും പെർഫെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനും അവിടെ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് എന്താണ്? ഒരു മാനേജ്മെന്റ് അത് ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ആസ് എ ആർട്ട് അല്ലെ. മാനേജ്മെന്റ് എന്താണ്? ഒരു ആർട്ട് ആണ് നമുക്ക് പറയാം.
ഇത് മൂന്ന് മനസ്സിലായില്ലേ? ഇനി മാനേജ്മെന്റ് പാർട്ടാണ് മനസ്സിലായി. ഈ സയൻസ് ആണോ നമുക്ക് നോക്കി നോക്കാം. സയൻസ് ആണെങ്കിൽ ഈ പറയുന്ന മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കിയേക്കാം. ഒന്ന് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസിന് എന്തുണ്ട്? ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൽ ഇപ്പോ ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേരുന്നതാണ് വെള്ളം എന്ന് പറയുന്നത്. അതൊരു ബോഡി ഓഫ് നോളജ്, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. അങ്ങനെ ഒരു സംഗതി മാനേജ്മെന്റിലുണ്ടോ? ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് എന്താണ്, പ്രിൻസിപ്പിൾസ് ഒക്കെ അതിലുണ്ട്, കുറെ തത്വങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. മാനേജ്മെന്റിൽ എന്തുണ്ട്? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് സാറ്റിസ്ഫൈ ആയിട്ട് ചെയ്യുന്നുണ്ട് ഏതൊരു സയൻസിലെ. ഈ ഒരു ഒന്നാമത്തെ പോയിന്റ് മാനേജ്മെന്റിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റ് എന്താണ്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയൻസ് ആണ് അല്ലെ. ഇനി രണ്ടാമത് നോക്കാം, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. എക്സ്പെരിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷണം അല്ലെ. സയൻസിൽ ഓരോ തത്വങ്ങളും ഉണ്ടാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പരീക്ഷണങ്ങൾ ചെയ്തിട്ടാണ് സയൻസിൽ ഓരോ തത്വങ്ങൾ ഉണ്ടാക്കുന്നത്. ഓരോ സംഭവങ്ങളും അവർ കണ്ടെത്തുന്നത് പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളിലൂടെയുമാണ്. അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആണ് സയൻസിൽ പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിന്റെ തത്വങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനേജ്മെന്റിൽ പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷനിലൂടെ തന്നെയാണ്. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്, മാനേജ്മെന്റിൽ ഒബ്സർവേഷൻ ആരെയാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? ഹ്യൂമൻ ബിഹേവിയറിനെയാണ്. ഹ്യൂമൻ ബീങ്സിന്റെ ഹ്യൂമൻ ബിഹേവിയറിനെയാണ് ഇവിടെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ഇൻഎക്സാക്ട് സയൻസ് എന്ന് പറയുന്നത് കാരണം ഇവിടെ ഈ പ്രിൻസിപ്പിൾസ് എപ്പോഴും അവിടെ അപ്ലിക്കബിൾ ആകില്ല. സയൻസിന്റെ പ്രിൻസിപ്പിൾസ് എപ്പോഴും അപ്ലിക്കബിൾ ആകും. പക്ഷെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്നാൽ ഹ്യൂമൻ ബിഹേവിയറിനനുസരിച്ചിട്ടാണ്. ഹ്യൂമൻ ബിഹേവിയറിനനുസരിച്ചിട്ടാണ് തത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ അപ്പോഴത്തെ ആ ഒരു വികാരത്തിനനുസരിച്ചിട്ടൊക്കെ ആളുകളുടെ പെരുമാറ്റത്തിൽ എന്ത് ചെയ്യും? മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയേണ്ടി വരും? മാനേജ്മെന്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് സയൻസ് എന്ന് പറയുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ മാനേജ്മെന്റ് എന്താണ്? സയൻസ് ആണ്. പക്ഷേ ഈ മാനേജ്മെന്റിൽ സയൻസ് അത്ര സയൻസ് ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. ദെൻ യൂണിവേഴ്സൽ, മൂന്നാമത്താണ് യൂണിവേഴ്സൽ വാലിഡിറ്റി. സയൻസിലെ ഒരു നോളജ് അല്ലെങ്കിൽ സയൻസിലെ ഒരു പരീക്ഷണം അത് എന്ന് നടത്തിയാലും എപ്പോൾ നടത്തിയാലും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മാനേജ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ അത് യൂണിവേഴ്സൽ വാലിഡിറ്റി അതിനില്ല. കാരണം ആളുകൾ എപ്പോഴും ഒരേ രീതിയിൽ പെരുമാറുന്നവരല്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാനേജ്മെന്റിന്റെ ശൈലിയും അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിലും എന്ത് ചെയ്യേണ്ടി വരും? മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഇത് എന്തല്ല സയൻസ്. ഈ ഒരു സയൻസ് അല്ല, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാനേജ്മെന്റ് എന്തല്ല? സയൻസ് അല്ല. അപ്പൊ എന്താണ് ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാനേജ്മെന്റ് സയൻസ് ആണ്. കാരണം മാനേജ്മെന്റ് എന്തുണ്ട്? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് സയൻസ് ആണ് പറയാം. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇൻഎക്സാക്ട് സയൻസ് ആണ്, കറക്റ്റ് പ്യൂർ സയൻസ് അല്ല. ദെൻ യൂണിവേഴ്സൽ വാലിഡിറ്റിയും ഇല്ല. മാനേജ്മെന്റിന് എന്തില്ല? യൂണിവേഴ്സൽ വാലിഡിറ്റിയും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ആസ് എൻ ഇൻഎക്സാക്ട് സയൻസ്. മാനേജ്മെന്റ് പ്യൂർ സയൻസ് ആണോ? മാനേജ്മെന്റ് പ്യൂർ സയൻസ് അല്ല. പക്ഷെ സയൻസിന്റെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഫസ്റ്റത്തെ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മാനേജ്മെന്റ് ആസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. മാനേജ്മെന്റ് ആസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മാനേജ്മെന്റ് എന്താണ്? സയൻസിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സയൻസിലെ പ്രിൻസിപ്പിൾസ് എന്നുള്ള സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് എന്ത് ചെയ്യുന്നുണ്ട്? എന്നുള്ള കണ്ടീഷൻ അവിടെ മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ഒരു സയൻസ് ആണ് പറയാം. കാരണം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് മാനേജ്മെന്റ് സയൻസ് ആണ് പറയാം. പക്ഷെ ഇവിടെ പേഴ്സണൽ അപ്ലിക്കേഷൻ ആണ്. ഈ പ്രിൻസിപ്പിൾസിനൊക്കെ എന്താണ്? പേഴ്സണൽ അപ്ലിക്കേഷൻ ആണ്. അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടും അവരുടെ പ്രാക്ടീസിനനുസരിച്ചിട്ടൊക്കെ ഇത് എന്ത് ചെയ്യുന്നു? അവിടെ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. അതുകൊണ്ട് മാനേജ്മെന്റ് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? മാനേജ്മെന്റ് ആസ് ബോത്ത് സയൻസ് ആൻഡ് ബോത്ത് ആർട്ട് അല്ലെ. മാനേജ്മെന്റ് ആസ് എ സയൻസ് ആൻഡ് ആർട്ട്. മാനേജ്മെന്റ് ആസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. മൂന്നാമത്തെ കണ്ടീഷൻ മൂന്നാമത്തെ വ്യൂസ് ഒന്ന് നോക്കിയാൽ മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്നാണ് പറയുന്നത്. മാനേജ്മെന്റ് പ്രൊഫഷൻ ആണോ നോക്കിയാൽ നമുക്ക് പ്രൊഫഷൻ ആണെങ്കിൽ അതിനെന്ത് വേണം? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് വേണം. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് പ്രൊഫഷൻ ആണെങ്കിൽ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് വേണം. ബോഡി ഓഫ് നോളജ് ഇവിടെ ഉണ്ടോ? നമ്മളുടെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ബോഡി ഓഫ് നോളജ് ഉണ്ട്.
കാര്യങ്ങളുള്ളത് കൊണ്ട് മാനേജ്മെന്റിന് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദെൻ രണ്ടാമത് റെസ്ട്രിക്റ്റഡ് എൻട്രി എന്നുള്ളതാണ്. പ്രൊഫഷൻ ആണെങ്കിൽ അവിടെ എല്ലാവർക്കും പ്രൊഫഷൻ ആകാൻ പറ്റില്ല. അവിടെ ഒരു എൻട്രി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എൻട്രി റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്? ഒരു നിശ്ചിത പരീക്ഷ പാസ്സപ്പോ ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ലോയർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. അവർക്കൊക്കെ എന്തുണ്ട്? എൻട്രി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അതിലേക്ക് എന്തില്ല? പ്രവേശനമില്ല. ഡോക്ടർ ആണെങ്കിൽ അവര് MBBS പാസ്സാവണം. അതേപോലെ ലോയർ ആണെങ്കിൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ അവര് LLB പാസ്സാവണം. അതേപോലെ തന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ ICAI കണ്ടക്ട് ചെയ്യുന്ന CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാം പാസ്സാവണം. അപ്പോൾ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരു എൻട്രി റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. മാനേജ് ചെയ്യാൻ കഴിവുള്ള ആരെയും നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസിന്റെ മാനേജർ ആയിട്ട് നിയമിക്കാം. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ എവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? മാനേജ്മെന്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഏത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തതിൽ റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. മാനേജർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇല്ല. കഴിവുള്ള ആർക്കും ഉണ്ടാവാം അവിടെ മാനേജർ ആവാം. മൂന്നാമതാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. പ്രൊഫഷൻ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഫഷണൽ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞുള്ള ഡോക്ടർ ആണെങ്കിൽ അവർക്ക് IMA എന്ന് പറയുന്ന ഒരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മുടെ അഡ്വക്കേറ്റ്സിനാണെങ്കിൽ അവരുടെ ബാർ കൗൺസിൽ ഉണ്ട്. ആ ബാർ കൗൺസിലിൽ അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ മാനേജറാണ്. മാനേജ്മെന്റിന് അസോസിയേഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ യാതൊരു വിധത്തിലുള്ള കമ്പൽസറിയോ അങ്ങനത്തെ നിർബന്ധമോ ഇല്ല. ഇതിന് മാനേജർ ആണെങ്കിൽ ഇന്ന അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ള നിർബന്ധമില്ല എന്നുള്ളതുകൊണ്ട് ഈ കണ്ടീഷൻ എന്തെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല മാനേജ്മെന്റ്. അടുത്തതാണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. കാരണം പ്രൊഫഷൻ ആണെങ്കിൽ അവർക്ക് നിശ്ചിത കോഡ് ഓഫ് കണ്ടക്ട് ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള ഒരു കുറച്ച് നിയമാവലികൾ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് അവർക്ക് ഉണ്ടാകും. ആ കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള കോഡ് ഓഫ് കണ്ടക്റ്റും എവിടെ നിർബന്ധമല്ല? മാനേജ്മെന്റിൽ നിർബന്ധമല്ല. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനും എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദെൻ സർവീസ് മോട്ടീവ് എന്നുള്ളതാണ് അടുത്തത്. കാരണം ഈ പ്രൊഫഷനിൽ മെയിൻ ആയിട്ട് ഡോക്ടർ ആയാലും അഡ്വക്കേറ്റ് ആയാലും, ഡോക്ടർ ആണെങ്കിലും ഒരു പേഷ്യന്റിന്റെ രോഗത്തെ എങ്ങനെയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കണം എന്നുള്ള സർവീസ് മോട്ടീവാണ് അയാൾക്കുള്ളത്. അതേപോലെ അഡ്വക്കേറ്റിനാണെങ്കിൽ ഒരു കുറ്റവാളിയെ അയാളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കേസിൽ നിന്നും ഊരിയെടുക്കണം എന്നുള്ള സർവീസ് മോട്ടീവാണ് ഇവിടെ അഡ്വക്കേറ്റിനുള്ളത്. എന്നാൽ മാനേജ്മെന്റിന്റെ കേസിൽ മാനേജ്മെന്റിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ അവർക്കും സർവീസ് മോട്ടീവ് ഉണ്ട്. എങ്ങനെയാണ്? പ്രൊവൈഡ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രൊവൈഡിങ് സോഷ്യൽ ബൈ കംപ്ലീറ്റിംഗ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിലൂടെയൊക്കെ അവർക്ക് സർവീസ് മോട്ടീവ് ഉണ്ട്. എന്നാലും ഇവിടെ കറക്റ്റ് ആയിട്ട് എന്തല്ല? പ്രൊഫഷൻ അല്ല. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെ ഫുള്ളായിട്ട് മുഴുവനായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കണ്ടീഷൻസിലൊക്കെ മാനേജ്മെന്റ് എന്തല്ല? പ്രൊഫഷൻ അല്ല എന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇത് മൂന്ന് വ്യൂവിലും മൂന്ന് കോണ്ടക്സ്റ്റിലും കുറച്ച് കാര്യങ്ങൾ അവിടെ മാനേജ്മെന്റിലും അംഗീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് കേസിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല? മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ല അല്ലെ. അപ്പൊ ഇതാണ് ഇന്നത്തെ നേച്ചർ ഓഫ് മാനേജ്മെന്റിന്റെ ക്ലാസ്. മാനേജ്മെന്റിൽ 3 വ്യൂസ് ആണുള്ളത്. അതിന്റെ സ്വഭാവത്തിനെ കുറിച്ച് 3 വ്യൂസ് ആണുള്ളത്. മാനേജ്മെന്റ് ആസ് ആർട്ട്, മാനേജ്മെന്റ് ആസ് സയൻസ്, മാനേജ്മെന്റ് ആസ് പ്രൊഫഷൻ അല്ലെ. ഇതില് 3ലും. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ആർട്ട് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർട്ട് ആണെന്ന് പറയാം. സയൻസ് ആണെന്ന് ചോദിച്ചാൽ പ്യുവർ സയൻസ് അല്ല, സയൻസ് ആണ് പക്ഷെ എന്തല്ല? പ്യുവർ സയൻസ് അല്ല. ഈ കണ്ടീഷൻ മാത്രമേ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. പ്രൊഫഷൻ ആണെന്ന് ചോദിച്ചാൽ പ്രൊഫഷൻ ആണ് പക്ഷെ പ്യുവർ പ്രൊഫഷൻ അല്ല എന്നതാണ് അല്ലെ. ഈ ഒരു 3 കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ആസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, റെഡി?